ഒരു രാജാവ് കാട്ടിൽ വേട്ടയാടാൻ പോയി കുറെ ദൂരം സഞ്ചരിച്ച ശേഷമാണ് അദ്ദേഹത്തിന് ഇരുട്ടായ കാര്യം ഓർമ്മയിൽ വന്നത്. അങ്ങനെ രാജാവ് അവിടെ നിന്നും തിരിച്ചു പോകാൻ ഒരുങ്ങി. എന്നാൽ രാജാവിന് വന്ന വഴി തെറ്റിപ്പോയി. രാജാവ് ഒരുപാട് ദൂരം സഞ്ചരിച്ച ശേഷം ഒരു കുടിൽ കാണാനിടയായി. രാജാവ് ചെന്ന വാതിലിൽ മുട്ടി കൽക്കരി വിൽക്കുന്ന ഒരു ദരിദ്രനായ വൃദ്ധന്റെ കുടിലായിരുന്നു അത്. നേരമിട്ടായിരുന്ന രാജാവ് ആ ദരിദ്രനായ വ്യക്തിയോട് അഭയം തേടി. ദരിദ്രനായ വൃദ്ധൻ രാജാവിനെ തന്റെ കുടിലേക്ക് സ്വാഗതം ചെയ്യുകയും രാജാവിനെ വളരെയധികം പരിപാലിക്കുകയും ചെയ്തു. രാജാവ് അന്നേ ദിവസം അവിടെ കഴിഞ്ഞു. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ രാജാവ് ആ വൃദ്ധനോട് പറഞ്ഞു, നിങ്ങൾ എന്നെ നന്നായി ശ്രദ്ധിച്ചു, ഞാൻ വളരെ സംതൃപ്തനാണ്. നിങ്ങൾക്ക് ഞാനൊരു ചന്ദനമരം സമ്മാനമായി നൽകുന്നു. ആ വൃദ്ധന് വളരെയധികം സന്തോഷവാനായി. പക്ഷേ നിർഭാഗ്യവശാൽ ആ വൃദ്ധന് ചന്ദനമരത്തിന്റെ വിലയറിയില്ലായിരുന്നു. കാട്ടിലെ മരങ്ങൾ മുറിച്ചു മാറ്റി കൽക്കരി ഉണ്ടാക്കി വിൽക്കുന്ന ജോലിയാണ് ആ വൃദ്ധൻ ചെയ്തുകൊണ്ടിരുന്നത്. ആ വൃദ്ധൻ ചന്ദനമരത്തിന്റെ ശാഖകൾ ഓരോന്നായി മുറിച്ചു മാറ്റി കൽക്കരി ഉണ്ടാക്കി ചന്തയിൽ വിൽക്കാൻ തുടങ്ങി. ഒരു ദിവസം മഴ പെയ്ത് തന്റെ ബാക്കി വന്ന ചന്ദനമരങ്ങളെല്ലാം നനഞ്ഞു. അതിനാൽ ബാക്കി വന്ന ചന്ദനമരം കൽക്കരിയാക്കാൻ സാധിച്ചില്ല. ചന്ദനമരത്തിന്റെ ബാക്കി വന്ന ശാഖകൾ ഓരോന്നായി വെട്ടിമാറ്റി അദ്ദേഹം ചന്തയിൽ കൊണ്ടുപോയി വെച്ചു. ചന്ദനമരത്തിന്റെ ഗന്ധം നിരവധി ഉപഭോക്താക്കളെ ആകർഷിച്ചു. അവരെല്ലാവരും തന്നെ ധാരാളം പണം കൊടുത്ത് ചന്ദനമരം വാങ്ങാൻ തയ്യാറായി. ആ പാവപ്പെട്ട വൃദ്ധൻ ആകെ ആശയക്കുഴപ്പത്തിലായി. അയാൾ വാങ്ങുന്നവരിൽ ഒരാളോട് ചോദിച്ചു, ഇതിനെന്തിനാണ് ഇത്രയും വലിയ തുക നൽകുന്നത്? ചെറിയ ശാഖകൾക്ക് പോലും വലിയ വില കൊടുത്ത് എന്തിനാണ് വാങ്ങുന്നത്? വാങ്ങിയവരിൽ ഒരാൾ മറുപടി പറഞ്ഞു, ഇതൊരു ചന്ദനമരമാണ്, ഇതിന്റെ മൂല്യം നിങ്ങൾക്കറിയില്ലേ? തന്റെ അറിവില്ലായ്മ കൊണ്ട് ചന്ദനമരം പായാക്കിയതോർത്ത് അയാൾ അവിടെ ഇരുന്ന് ഖേദിച്ചു. അപ്പോൾ അതുവഴി ഒരു സന്യാസി കടന്നു പോകുന്നുണ്ടായിരുന്നു. സന്യാസി വൃദ്ധനോട് ചോദിച്ചു, എന്തിനാണ് താങ്കൾ ഇവിടെ ഇരുന്ന് ദുഃഖിക്കുന്നത്? ആ പാവപ്പെട്ട വൃദ്ധൻ സന്യാസിയുടെ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. സുഹൃത്തെ, ദുഃഖിക്കേണ്ട, ലോകത്തിലുള്ള എല്ലാവരും ഒന്നില്ലെങ്കിൽ മറ്റൊരു തെറ്റ് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ സംഭവിക്കുന്നവരാണ്. നിങ്ങൾക്ക് ബാക്കിയുള്ളവ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കാം. ആ മനുഷ്യന് തന്റെ തെറ്റ് മനസ്സിലായി. പിന്നീട് അയാൾ തിരികെ കാട്ടിലേക്ക് പോവുകയും കുറച്ച് ചന്ദന വിത്തുകൾ വിതറുകയും ചെയ്തു. ശ്രദ്ധിക്കൂ, ജീവിതത്തിൽ ചില സമയങ്ങളിൽ നമ്മൾ എല്ലാവരും തെറ്റുകൾ വരുത്തുന്നു. എല്ലാം അവസാനിച്ചു എന്ന് തോന്നുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ പുരോഗതി ഒരിക്കലും അവസാനിക്കുന്നില്ല. ജീവിതത്തിൽ എത്ര തെറ്റുകൾ വന്നു പോയാലും അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുക. ആ തെറ്റുകൾ വീണ്ടും ആവർത്തിക്കാതിരിക്കുക. ജീവിതത്തിലെ ഏറ്റവും നല്ല പാഠങ്ങൾ സാധാരണയായി മോശം അനുഭവങ്ങളിൽ നിന്നാണ് പഠിക്കുന്നതെന്ന് എല്ലാവരും ഓർക്കുക. സ്റ്റോറി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. കൂടുതൽ മോട്ടിവേഷൻ സ്റ്റോറീസ് കേൾക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായിട്ട് പിന്നീട് കാണാം.